മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരായ ചില വാർത്തകൾ മാധ്യമങ്ങളുടെ ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടപ്പോൾ അന്നുയർന്ന പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് അത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ടാണ് ആ വാർത്തകൾ അല്ലെങ്കിൽ ആ കാർഡുകൾ നീക്കം ചെയ്തത് എന്നായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകി. താൻ ഒരു തരത്തിലുള്ള ഇടപെടലും ഇതിൽ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നാലെ സൈബർ പോലീസ്, തിരുവനന്തപുരം സൈബർ പോലീസ് മെറ്റയോടൊരു വിശദീകരണം ചോദിച്ചു. അതിനുള്ള വിശദീകരണം മെറ്റയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. അതിൽ പിഴവ് സംഭവിച്ചിട്ടത് മെറ്റയ്ക്കാണ്. അത് AI അപ്ഡേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു സാങ്കേതിക പിഴവാണ്. ആ പിഴവ് മൂലം വാർത്തകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടത് എന്ന് മെറ്റ വിശദീകരണം നൽകി. അന്ന് മാധ്യമങ്ങൾ എല്ലാവരും ആ വാർത്ത നൽകി. പക്ഷേ മീഡിയ വണ്ണിനെതിരെ ചില കോണുകളിൽ നിന്ന് അറ്റാക്ക്, ഒരു വിമർശനം ഉയർന്നു വരികയാണ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രേഖയോ തെളിവോ ഒന്നുമില്ലാതെ എങ്ങനെ ഒരു കള്ളവാർത്ത നൽകാൻ കഴിയുന്നു എന്നതായിരുന്നു ഉയർന്നു വന്ന ചോദ്യം. പക്ഷേ ഇപ്പോഴിതാ കൃത്യമായി അതിന്റെ രേഖ പുറത്തുവിട്ടിരിക്കുകയാണ് മീഡിയ വൺ. മെറ്റ സൈബർ പോലീസിന് നൽകിയ മറുപടി കത്തിന്റെ പകർപ്പാണ് മീഡിയ വൺ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടുകൂടി വിമർശനങ്ങൾ അവസാനിക്കുകയാണോ? എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചതെന്ന് ഒന്നുകൂടി നോക്കാം. അജംസി, വിശദീകരണം അല്ലെങ്കിൽ നമ്മൾ ഇന്നിപ്പോൾ പുറത്തുവിട്ട കുറിപ്പ് അത് വിമർശകർക്കുള്ള കൃത്യമായ മറുപടിയല്ലേ? നമ്മൾ ഈ വിവാദ സമയത്ത് നമ്മൾ കൊടുത്തൊരു വാർത്തയുണ്ട്. നമ്മൾ മാത്രമല്ല, ഏഷ്യാനെറ്റും മനോരമയും നമ്മളും എല്ലാം കൊടുത്തൊരു വാർത്തയുണ്ട്. അതായത് മെറ്റ ഇത് നീക്കം ചെയ്ത് സാങ്കേതിക പിഴവ് മൂലമാണ്, സർക്കാർ നിർദ്ദേശിച്ചിട്ടല്ല എന്ന പോലീസിന്റെ വേർഷനാണ് നമ്മൾ വാർത്തയായി കൊടുത്തത്. അപ്പോൾ പോലീസിന്റെ വേർഷൻ അങ്ങനെ വാർത്തയായി കൊടുക്കാമോ? പോലീസ് കള്ളം പറയില്ലേ? കള്ളം പറയും. കള്ളം പറയുന്ന ഏജൻസിയാണ് പോലീസ്, ഒരു സംശയമില്ല. പക്ഷേ പോലീസ് ഒരു വിശദീകരണം പറയുമ്പോൾ നമുക്കത് വിശ്വസനീയമായി തോന്നുന്നത് അതിൻ്റെ കുറേ അധികം ബാക്ക്ഗ്രൗണ്ട് ഈവൻസ് ഉള്ളതുകൊണ്ടുകൂടിയാണ്. നമ്മൾ ഈ വിവാദം ഉണ്ടാകുന്ന ഓഗസ്റ്റ് ആദ്യ 2 ആഴ്ചകളിലാണ് ഈ വിവാദം വരുന്നത്. അതിന് തൊട്ട് മുമ്പ് ജൂലൈ അവസാന വാരത്തിൽ രാജ്യത്ത് വലിയൊരു സംഭവം നടന്നു. ജന്തർ മന്തർ പ്രൊട്ടസ്റ്റ് നടന്നു. അപ്പോൾ ജന്തർ മന്തർ പ്രൊട്ടസ്റ്റ് നടന്നു കഴിയുമ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ വലിയ തോതിലുള്ള മോദി വിരുദ്ധ റീലുകളുടെ ഒരു ശേഖരമുണ്ട്, കമനീയ ശേഖരമുണ്ടെന്നുള്ളത് രാജ്യത്തിന് മനസ്സിലാവുന്നത്, കുറേയധികം മാധ്യമങ്ങൾക്ക് പോലും മനസ്സിലാവുന്നത്. അതായത് മോദി വിരുദ്ധത തളം കെട്ടി കിടക്കുന്ന സ്ഥലം ഇൻസ്റ്റയാണ്. അവിടെയുള്ള റീലുകളിൽ ബഹുഭൂരിഭാഗവും മോദിക്കെതിരാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നു. ഈ കാര്യം കേന്ദ്രത്തിനും മനസ്സിലാവുന്നു. അപ്പോൾ കേന്ദ്രം എന്ത് ചെയ്യുന്നു? ഉടൻ തന്നെ മോദി എന്താ ചെയ്തത്? ഉടൻ തന്നെ ഞങ്ങൾ ജൻസിയിലേക്ക് എത്തുന്നു, ഇൻസ്റ്റ വഴി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അർദ്ധരാത്രി വീഡിയോ ഇടുന്നു. ഈ സമയത്ത് തന്നെ മെറ്റ എന്ത് ചെയ്യുന്നു? മെറ്റ ഈ ജന്തർ മന്തർ പ്രൊട്ടസ്റ്റ് സംബന്ധിച്ച റീലുകൾ നീക്കം ചെയ്യാൻ ആരംഭിക്കുകയാണ്. അതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന റീല് കാണുന്നില്ല. ഇതിനിടയിൽ എന്ത് ചെയ്യുന്നു? പ്രധാനമന്ത്രിയുടെ ഇൻസ്റ്റാ വീഡിയോ കൂടി നീക്കം ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഒന്ന്, ഭരണകൂടം ഇത്തരം റീലുകൾ നീക്കം ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് മെറ്റയിൽ. അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അവർക്ക് ഇതിങ്ങനെ തെരഞ്ഞു പിടിച്ച് ഓരോന്ന് ഉണ്ടോ, ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിച്ച് ഇൻസ്റ്റയിലുള്ള മോദി തിരുത്തറിൽ അങ്ങനെ എല്ലാവരും ചെയ്യുക. അവർ AI ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഒരു കണ്ടന്റ് AIക്ക് തോന്നുകയാണ് ഭരണകൂടത്തിനെതിരാണെന്ന് തോന്നുന്നാൽ അത് നീക്കം ചെയ്യുന്നു. അപ്പോൾ മോദി എന്നവിടെ കണ്ടാലും നീക്കം ചെയ്യുന്ന ഒരു അൽഗോരിതം അവർ സെറ്റ് ചെയ്ത് ഇത് നീക്കം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ മോദിയുടെ തന്നെ വീഡിയോ പോയി. അപ്പോഴാണ് മോദി എന്ത് ചെയ്യുന്നത്? ഇവരെ വിളിച്ചു വരുത്തി ശാസിക്കുന്നത്. ഓക്കെ, ഇത്രയും സംഭവം ക്ലിയർ ആണല്ലോ. അപ്പോൾ മലയാളത്തിൽ അതിനുശേഷമാണ് ചില മലയാള മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് ചില വാർത്തകൾ, പ്രത്യേകിച്ചും ഭരണകൂടത്തിനെതിരായിട്ടുള്ള, പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വാർത്തകൾ നീക്കം ചെയ്യുന്നു എന്ന പരാതികൾ വരുന്നത്. അപ്പോൾ ഇതിൽ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനൽ മാത്രമല്ല പരാതിക്കാർ, ന്യൂസ് മലയാളം. അപ്പോൾ ന്യൂസ് മലയാളത്തിൻ്റെ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് കൂടിയാണ്, എനിക്ക് പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ 12-ാം തീയതി, ഈ ഓഗസ്റ്റ് 12-ാം തീയതി ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് ഉണ്ട്. അതിങ്ങനെയാണ്, അടിച്ചു പോയേക്കാവുന്ന ഒരു പോസ്റ്റാണിത്. അത് തന്നെ അദ്ദേഹം ഡീഫോൾട്ടായിട്ട് പറയുകയാണ്: മോദി, യോഗി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി, രാജീവ് ചന്ദ്രശേഖർ, വി.ഡി. സതീശൻ, വിജയ്, നിർമ്മല സീതാരാമൻ, അമിത്ഷാ, വി.ഡി. സതീശനെ തെറി വിളിച്ചയാൾ അറസ്റ്റിലായ വാർത്താക്കാർഡ്. ഇത്രയും സാധനങ്ങളാണ് ന്യൂസ് മലയാളത്തിന് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ന്യൂസ് മലയാളം 24/7 പേജിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടുള്ളത്. ഇതിപ്പോൾ ഇനി ശ്രദ്ധിച്ചേക്കുക, ഇതിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ അവസ്ഥയിൽ വി.ഡി. സതീശൻ്റെ തലയിലിടാവുന്ന വിഷയമാണെങ്കിലും അങ്ങനെയാണ് എന്ന് തോന്നുന്നില്ല. മറ്റു ഭാഷകളിലെ ചില മാധ്യമ സുഹൃത്തുക്കളുടെ ഔട്ട്പുട്ട് പ്രകാരം അവിടെയും സ്റ്റേറ്റ് ഹെഡ്സിൻ്റെ സോഷ്യൽ മീഡിയ പടങ്ങൾ മെറ്റ നീക്കുന്നുണ്ട്. നീക്കുക എന്നത് മെറ്റ നൽകുന്ന സന്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്യുകയാണ്. ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്ത പോസ്റ്റുകൾ UAE-ലും US-ലും കാണാൻ പറ്റുന്നതാണ്. അത് വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇന്ത്യാസ് ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസ്, അതായത് 2024 IT റൂൾ പ്രകാരം മെറ്റ ട്രാൻസ്പെറൻസി സെൻ്ററാണ് തങ്ങളുടെ പോസ്റ്റ് നീക്കിയതെന്നാണ് മെറ്റയുടെ അറിയിപ്പ്. തൽക്കാലം അപ്പീൽ ഓപ്ഷനൊന്നുമില്ല. പേജിൻ്റെ മെറ്റ ഹെൽപ്പ് വഴി കാര്യം അന്വേഷിച്ചാൽ ഇത് തന്നെയാണ് മറുപടി. സമീപകാല വാർത്തകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്: ജൻസി പ്രക്ഷോഭത്തിന് പിന്നാലെ മെറ്റയിൽ നിന്നും പ്രധാനമന്ത്രിയുടെ വീഡിയോ ഡിലീറ്റ് ചെയ്തതിൻ്റെ പേരിൽ കേന്ദ്രം മെറ്റയെ ശാസിക്കുന്നു. എന്നാൽ ഈ താക്കീത് ചില സ്ഥലങ്ങളിൽ വാർത്തയായി വന്നത് കുട്ടികൾക്കെതിരെ ആക്രമണത്തിൻ്റെ പേരിൽ മെറ്റയെ കേന്ദ്രം ശാസിച്ചു എന്നാണ്. അത് കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിലാണ് മെറ്റ ഇപ്പോൾ പ്രവർത്തിക്കുന്ന യന്ത്രം പ്രവർത്തിപ്പിക്കാൻ തുടങ്ങുന്നത്. കേന്ദ്ര IT റൂളിൽ ഈ പരിപാടി അക്കരയിൽ സോമൻ വെടിവെക്കുന്ന പോലെ നടത്തുകയാണ് മെറ്റ. പറഞ്ഞ മനസ്സിലാവുണ്ടോ? കാർഡ് അടച്ച് വെടിവെക്കുകയാണ്.
എന്നാൽ വെടികൊള്ളുന്നവരെ ശ്രദ്ധിച്ചാൽ അറിയാം കൃത്യമായി ആരുടെ പോസ്റ്റാണ് വലിക്കുന്നത് അവരുടെ പ്രതിപക്ഷ സ്വഭാവമുള്ള മാധ്യമം അല്ലെങ്കിൽ വ്യക്തിയായിരിക്കും എതിർവശത്ത്. അത് ചിലപ്പോൾ ശരിയായിരിക്കും. കാരണം ഈ മലയാളം 24/7 ന്യൂസ് മലയാളവും റിപ്പോർട്ടറും ഒക്കെ എന്താണ് ഒരു പ്രതിപക്ഷ സ്വഭാവം കൂടുതലായി കാണിക്കുന്ന. അവർ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവർ ഭരണപക്ഷ സ്വഭാവമാണെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ സ്വഭാവം കൂടുതലാണെങ്കിൽ ഇതൊരു മാധ്യമങ്ങൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇത് ഒരു മിനി അടിയന്തരാവസ്ഥ സെറ്റപ്പിൽ ഭരണകൂട നിർദ്ദേശത്തിലാണോ എന്നതിന് തൽക്കാലം തെളിവില്ല. എന്നാൽ പാറ്റേണുകൾ പറയുന്നത് ഇതാണ്: ഭരണത്തിലുള്ളവരെ മൊത്തം ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, അത് വെച്ച് വെക്കുന്ന വഴിയല്ല അവരുടെ വിമർശകരായവർക്കെതിരാണ്. അതായത് കേന്ദ്ര നിർദ്ദേശം നൽകിയെങ്കിൽ ഞങ്ങൾ പൊതുവായി എല്ലാവർക്കും വേണ്ടി മെറ്റയെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറയിക്കാനുള്ള അടവാണ്. ഇതിങ്ങനെ വിശദമായിട്ട് പോകുന്ന ഇതാണ്. യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. ഇത് മറ്റുള്ളവർക്ക് മനസ്സിലായി. പക്ഷേ റിപ്പോർട്ടർ ചാനലിൽ ഈ പ്രശ്നം വരുന്നത് എവിടെയാണ്? റിപ്പോർട്ടർ ചാനലിൽ ഈ പ്രശ്നം വരുന്നത് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നു പേരുള്ള ഒരാൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാൾ MDMA കേസിൽ അറസ്റ്റിലായി. അപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഇത് 12-ാം തീയതിയാണ്, അത് കഴിഞ്ഞിട്ടാണ് ഇയാൾ അറസ്റ്റിലാവുന്നത്. ആ സമയത്ത് ഇവർ വലിയ തോതിൽ ഇത് VD സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ അറസ്റ്റിലായി എന്ന് വാർത്ത കൊടുക്കുന്നു. അത് അവർക്ക് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഇയാൾ സ്വയം അവകാശപ്പെടുന്നത് ടീം VDSൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്നാണ്. മുഖ്യമന്ത്രി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അങ്ങനെ വാർത്ത കൊടുക്കുന്നില്ല. നമ്മളെന്നല്ല, മറ്റ് ചാനലുകൾ അങ്ങനെ വാർത്ത കൊടുക്കുന്നില്ല. പലരും സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണെന്ന് നമ്മുടെ മുമ്പിൽ തെളിവില്ല, അയാൾ സ്വയം അവകാശപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ വാർത്ത ചെയ്യാൻ പറ്റില്ല. പിന്നീട് മുഖ്യമന്ത്രി അത് നിഷേധിക്കുകയും ചെയ്തു. എനിക്ക് അങ്ങനെ ഒരു കോർഡിനേറ്റർ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുകയും ചെയ്തു. ഇനി അങ്ങനെ കോർഡിനേറ്റർ ആണ് എന്ന് വാദമുള്ളവർ അത് തെളിയിക്കുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി VD സതീശൻ ഇങ്ങനെ, പക്ഷേ VD സതീശനായൊക്കെ പരിചയമുണ്ടെന്ന് VD സതീശൻ തന്നെ പറയുന്നു. അതിൻ്റെ ചിത്രങ്ങൾ മുമ്പും പരിചയം ഉണ്ടായിരുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നത് അതൊക്കെ ശരിയാണ്. ആ വാദത്തിലേക്കൊന്നും അല്ല പോകുന്നത്. ഇത് നമ്മളും വാർത്ത ചെയ്യണം. അതായത് അറസ്റ്റിലായയാൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണെന്ന് മറ്റുള്ളവരും വാർത്ത ചെയ്യണം എന്നുള്ള തിട്ടൂരമിറക്കുകയാണ്. എവിടെ നിന്ന്? അത് റിപ്പോർട്ടർ ചാനലല്ല ചെയ്യുന്നത്, കാക്കനാട് സ്കൂൾ ഓഫ് ജേർണലിസത്തിൽ നിന്ന് വരികയാണ്. അവിടെയാണ് നമുക്ക് പ്രശ്നം. അങ്ങനെയല്ലല്ലോ. വേറെ ആരെങ്കിലും നമുക്കൊരു എഡിറ്റോറിയലുണ്ട്, നമ്മൾ തീരുമാനിക്കുക അങ്ങനെ വാർത്ത കൊടുക്കണം, എങ്ങനെ തലക്കെട്ടിടണം, അയാൾ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണോ അല്ലേ എന്നുള്ളത് ജിമ്മിയും പ്രമോദ് സാറും ഒക്കെ തീരുമാനിക്കും. അല്ലാതെ കാക്കനാട് സ്കൂൾ ഓഫ് ജേർണലിസ്റ്റ് അല്ല തീരുമാനിക്കുക. ഇത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മീഡിയ വൺ പൂട്ടിപ്പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ശപിക്കുകയാണ് ചെയ്യുന്നത്. അന്ന് നിങ്ങളെ മോദി ഫാഷിസ്റ്റ് നടപടിയിലൂടെ നിരോധിച്ചപ്പോൾ അതങ്ങ് പൂട്ടിപ്പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ശപിക്കുന്നത് എന്ന് പറയുന്നത് അല്പത്തരമാണ് എന്ന് ഇത് പറയുന്ന ആളുകളെങ്കിലും മനസ്സിലാക്കുക. ഇനി അവരോട് പറയാനുള്ളത്, ഇപ്പോൾ മെറ്റ തന്നിട്ടുള്ള വാർത്ത അതിന് ഡോക്യുമെൻ്റ് ആണെന്ന് ചോദിച്ചാൽ അത് പോലീസിന് കൊടുത്തൊരു മറുപടിയാണ്, ഇമെയിലാണ്. ആ ഇമെയിലിൻ്റെ കോപ്പിയാണ് നമ്മൾ പുറത്തുവിട്ടുള്ളത്. അപ്പോൾ പോലീസ് പുറത്തുവിടുന്ന രേഖകൾ ആധികാരികമായി തെളിവാക്കാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് അത് തെളിവാക്കാം. കാരണം ജേർണലിസം എന്ന് പറയുന്നത് അത് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടറുടെ പെർസെപ്ഷൻ, അയാൾ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു, അതിനുള്ള ശാസ്ത്രീയമായ രീതിയുണ്ട്. ഒരു വിവരം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് അൺബയസ്ഡ് ആക്കുക എന്നുള്ളത് നമുക്ക് നമ്മുടെ ശാസ്ത്രീയമായ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയുണ്ട്. ആ രീതി മറ്റൊരാൾ പിൻപറ്റണം എന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് നമുക്ക് സത്യമാണെന്ന് ബോധ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതല്ലാതെ ഒരു കൃത്യമായ തെളിവുള്ള ഒരു കാര്യത്തിൽ നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു റിപ്പോർട്ടർ. അതായത് ഈ വിവാദം ഉണ്ടാകുമ്പോൾ റിപ്പോർട്ടർ ചെയ്തത് എന്താണ്? ഒരു ഇമെയിൽ അവർ പുറത്തു വിട്ടു, മെറ്റ അവർക്ക് കൊടുത്താണെന്ന് പറയുന്നത്. എപ്പോഴാണ് കൊടുത്തതെന്ന് അറിയില്ല. അതായത് 17-ാം തീയതി മറ്റുമാണ് ആ വാർത്ത വരുന്നത്. അവരുടെ ഭാഗമായിട്ട് അവരെന്താ പറയുന്നത്? ലീഗൽ റിക്വയർമെൻറ്റ് പ്രകാരമാണ് ഞങ്ങൾ ഈ പോസ്റ്റ് നീക്കം ചെയ്തതെന്ന് മെറ്റ ഇവരോട് എപ്പോഴോ പറഞ്ഞതെന്നും പറയുന്നില്ല. ആ ഇമെയിൽ എപ്പോഴാണ് വന്നതെന്നൊന്നും പറയുന്നില്ല. ഏതോ വന്ന ഒരു ഇമെയിൽ കാണിച്ചിട്ട് അവർ പറയാണ്. എന്നിട്ട് ആ ചാനലിൻ്റെ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു അദ്ദേഹം പൊതുവെ നല്ലൊരു ഇമേജുള്ള ഒരു മനുഷ്യനാണ് മാധ്യമപ്രവർത്തന നിലയിൽ. മൂപ്പരിട്ടേക്കാണ് ഇതാരുടെ ലീഗൽ റിക്വസ്റ്റ് പ്രകാരമാണെന്ന് VD സതീശൻ മറുപടി പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു. അതായത് ലീഗൽ റിക്വയർമെൻ്റ് എന്ന മെറ്റയുടെ വാക്ക് മൂപ്പര് എഴുതുമ്പോൾ എന്താണ്? ലീഗൽ റിക്വസ്റ്റാക്കി മാറ്റുന്നു. അപ്പോൾ ഒരു തരത്തിലും ക്രെഡിബിലിറ്റി അവകാശപ്പെടാൻ പറ്റില്ല എന്ന് അവർക്ക് ബോധ്യമുള്ളൊരു കാര്യമാണത്. ക്രെഡിബിലിറ്റി അവർക്കില്ല. അപ്പോൾ ക്രെഡിബിലിറ്റിയെ മറികടക്കുന്ന രീതിയിലുള്ള വ്യാജ പ്രചാരണം നടത്തുക, എന്നിട്ട് കാര്യങ്ങൾ നിഷ്പക്ഷമായി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്കെതിരെ കൊട്ടേഷൻ പണി ചെയ്യുക, ആളെ വിളിച്ചു കൂട്ടുക. കാക്കനാട് സ്കൂൾ ഓഫ് ജേർണലിസത്തിൽ നിന്ന് ആളെ വിളിച്ചു കൂട്ടി പോസ്റ്റ് ഇടിപ്പിക്കുക, വ്യാജ പ്രചാരണം നടത്തുക എന്ന പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാധ്യമങ്ങൾ തമ്മിലുള്ള എന്തോ ഒരു കുടിപ്പകയാണ്. അതിൻ്റെ ഡയറക്ടറോടുള്ള മാധ്യമങ്ങൾക്കുള്ള ഇതൊന്നുമല്ല. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലീഗൽ പ്രശ്നങ്ങളുള്ള ആളുകളെ പറ്റി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. 32 ക്രിമിനൽ കേസുള്ള ഒരാളെക്കുറിച്ച് നമുക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അയാൾക്ക് ഭരണകൂടത്തിന് സഹായം ലഭിച്ചോ എന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതേ നമ്മൾ ചെയ്യുന്നുള്ളൂ. കാരണം ഇത് മാധ്യമങ്ങളായിട്ടുള്ള പ്രശ്നമൊന്നുമല്ല, മാധ്യമങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുമല്ല. ലീഗലി പ്രശ്നങ്ങളുള്ള കാര്യങ്ങളിൽ ഭരണകൂടം ഇത്തരം ക്രിമിനലുകൾക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് ഇത് മാധ്യമങ്ങൾ തമ്മിലുള്ള കുടിപ്പകയായിട്ട് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഈ വിമർശനങ്ങളിൽ ഈ സൈബർ അറ്റാക്കിൽ എന്താണ് മീഡിയ വണ്ണിൻ്റെ ഒരു വേർഷൻ? അതിനകത്ത് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് സിജോ വിജോ എന്ന് പറഞ്ഞ നമ്മുടെ തിരുവനന്തപുരത്തെ ലേഖകരാണ്. ആദ്യത്തെ വാർത്ത വരുന്നത്. ഈ വാർത്ത നമുക്ക് ഡെസ്കിൽ വരുമ്പോൾ
പോലീസ് സോഴ്സസിൽ നിന്ന് വരുന്ന ആദ്യത്തെ കത്ത്. സത്യത്തിൽ ഇന്ന് വരുന്ന കത്ത് രണ്ടാമത്തെ കത്താണ്. ആദ്യത്തെ കത്ത് പോലീസ് ചോദിച്ചത് ഇത് ഏതെങ്കിലും ലീഗൽ റിക്വയർമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണോ, ലീഗൽ റിക്വസ്റ്റിൻ്റെ ഭാഗമായിട്ടാണോ, ആരെങ്കിലും പറഞ്ഞിട്ടാണോ, കേരളത്തിന് ഇതിൽ ബന്ധമുണ്ടോ എന്നൊക്കെ മട്ടിലാണോ വരുന്നതെന്നും അതിനുള്ള മറുപടി കേരളത്തിൽ നിന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു റിക്വസ്റ്റിൻ്റെ ഭാഗമായിട്ടല്ല ഇങ്ങനെ ഒരു പോസ്റ്റ് നീക്കിയത് എന്നുള്ളതാണ് മറുപടി. പക്ഷേ ഈ മറുപടിയുടെ കോപ്പി നമ്മുടെ കയ്യിലില്ല. അന്നുണ്ട്, അതാണ് നമ്മുടെ വിഷയം. അപ്പം ഇത് വളരെ സീരിയസ് ആയ വിഷയമാണ്. നമുക്ക് കോപ്പി ഇല്ല, ഇത് കൊടുക്കാമോ? അപ്പോൾ ജേർണലിസ്റ്റ് ഞാൻ എൻ്റെ സോഴ്സിനെ വിശ്വസിക്കുന്നു, നമുക്കിത് കൊടുക്കാം, എനിക്ക് ഉറപ്പാണ് എന്ന് പറയും. രേഖ അദ്ദേഹം കണ്ടിട്ടുണ്ട്, പക്ഷേ അത് പുറത്ത് കൊടുക്കാൻ പറ്റില്ല, ഇതായിരുന്നില്ല. ആ ജേർണലിസ്റ്റിനെ വിശ്വസിക്കുക എന്നുള്ള കാര്യമാണ് മീഡിയ വൺ എന്ന് ചെയ്ത് നമ്മൾ ആ വാർത്ത കൊടുക്കും. അപ്പോഴാണ് ഈ പറയുന്ന മുഴുവൻ കോലാഹലം ഉണ്ടായത്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് നമ്മൾ ആ വാർത്ത കൊടുത്തില്ല. ഒരു റിക്വസ്റ്റ് കൂടെ ഒന്നുകൂടെ കത്തെഴുതാൻ തീരുമാനിച്ചിരിക്കുന്നു കേരള പോലീസ്. ഇത്തരം സംഭവങ്ങളിൽ മെറ്റ പോലെയുള്ള സോഷ്യൽ മീഡിയ ജയൻസുമായിട്ട് സംസാരിക്കാനായിട്ട് എല്ലാ സ്ഥലത്തും ഒരു നോഡൽ ഓഫീസറുണ്ട്. സംസ്ഥാനത്ത് ഒരു നോഡൽ ഓഫീസറുണ്ട്, മിക്കവാറും പോലീസുമായി ബന്ധപ്പെട്ടായിരിക്കും. IT സെക്രട്ടറി, IT വകുപ്പിലൊരു നോഡൽ ഓഫീസറുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ അന്വേഷണ ഏജൻസികൾക്ക് ഓരോരുത്തർക്കും ഒരു നോഡൽ ഓഫീസറുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ 3-4 വകുപ്പുകൾക്ക് നേരിട്ട് സംസാരിക്കാൻ ഒരു നോഡൽ ഓഫീസറുണ്ട്. ഇത്രയും ആളുകൾക്കാണ് മെറ്റ പോലെയുള്ള ആളുകളുമായി സംസാരിക്കാനുള്ള ഡയറക്റ്റ് ചാനലുള്ളത്. സഹയോഗ് ആപ്പ് വഴിയും അല്ലാതെയുള്ള മെയിൽ അഡ്രസ്സൊക്കെ ഉണ്ട്. അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇവിടുത്തെ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പോലീസുകളുടെ വിഭാഗമാണ് ഈ കത്തയക്കുന്നത്. രണ്ടാമതൊരു കത്തുകൂടെ അയക്കുന്നത് നമുക്ക് കാത്തിരിക്കാം, ഇതിൻ്റെ കോപ്പിയെങ്കിലും കിട്ടുമായിരിക്കും. അപ്പോഴേക്കാണ് ഈ യുദ്ധം മുഴുവൻ നമ്മൾ പറയുന്നതിന് ഒരു ക്രെഡിബിലിറ്റിയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത് ആ കത്ത് വരുന്നു. ഇപ്പോൾ ആ കത്ത് അത് നമുക്ക് പോലീസിൽ നിന്ന് തന്നെ ഇത് കൊടുക്കാം, പുറത്ത് കൊടുക്കാം. പോലീസ് തന്ന കത്താണ്, ഇനി ആർക്കും സംശയം വേണ്ട ഇത് എവിടുന്ന് കിട്ടി എന്നുള്ള ഇനി ചർച്ച വേണ്ട. ഇത് പോലീസ് തന്നാണ്, നമുക്ക് മാത്രമല്ല പല മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ട്. മെറ്റയുടെ കത്ത് വന്നു, ആ കത്താണ് നമ്മൾ പ്രസിദ്ധീകരിച്ച്. അതിനകത്ത് പറയുന്നു ഇത് ആരും ആവശ്യപ്പെട്ടിട്ടല്ല, നമ്മുടെ അകത്തുള്ള അൽഗോരിതത്തിൻ്റെ ചില പ്രശ്നങ്ങളാണ്. നമ്മളിത് നേരത്തെ പറഞ്ഞ വിപിൻ പാണപ്പുഴയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സത്യമായി വരികയാണ്. അതായത് ജന്തർ മന്ദറിലെ സംഭവത്തിന് ശേഷം ഒരു പ്രത്യേക യന്ത്രം പ്രവർത്തിപ്പിക്കാൻ മെറ്റ നിർബന്ധമാവുകയാണ്. മോഡിയും അമിത്ഷായും കണ്ണുരുട്ടിയതോടുകൂടി ആ പ്രത്യേക യന്ത്രത്തിൻ്റെ ചില നട്ടും ബോൾട്ടും ലൂസായിരുന്നുകൊണ്ടാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായത്. ഇതാണ് സത്യം. ഇനി അപ്പോൾ മെറ്റയുടെ ഇതിനു മുമ്പ് അയച്ച കത്തുകളോ മറ്റു പല മാധ്യമ സ്ഥാപനങ്ങൾക്കും അയച്ച കത്തിൽ ലീഗൽ റിക്വസ്റ്റ് പറയുന്നില്ല, ശരിയാണ്, പക്ഷേ ലീഗൽ റിക്വയർമെൻറ്റ് പറയുന്നുണ്ട്. അല്ലാതെ വിശ്വസിക്കാം, അത് അങ്ങനെയാണെന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അത് മെറ്റ പറയുന്നു, ഇതും മെറ്റയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലേതാ ശരി? ഇനി അടുത്ത തർക്കം അതാണ്. എനിക്കറിയില്ല മെറ്റ ഇനി അന്ന് കള്ളം പറഞ്ഞതാണോ, മെറ്റ ഇന്ന് കള്ളം പറഞ്ഞതാണോ, അതും അറിയില്ല. പക്ഷേ മെറ്റയുടെ ഈ കത്തിലൊരു വരി കണ്ടിട്ടില്ല. അല്ല അതൊക്കെ ഉണ്ടെന്ന്, നമ്മുടെ കത്ത് നമ്മൾ കണ്ടല്ലോ. ഈ കത്ത് രണ്ടും ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഈ കത്തിലൊരു വരിയുണ്ട്, ഇതിനു മുമ്പ് തന്ന മറുപടികളെല്ലാം റദ്ദാക്കുക, അതല്ല, ഇതാണ് ഞങ്ങൾ ശരിക്കും പരിശോധിച്ച ശേഷം, ഇതാണ് ഏറ്റവും അവസാനത്തെ സത്യം എന്നാണ് മെറ്റ പറഞ്ഞത്. മെറ്റ നമ്മൾ പറയാം, എനിക്കറിയില്ല. പക്ഷേ ആദ്യം നിങ്ങൾ മെറ്റയെ വിശ്വസിച്ചെങ്കിൽ ഇത്തവണയും നിങ്ങൾ മെറ്റയെ വിശ്വസിക്കണം. മെറ്റ ഏറ്റവും അവസാനം ഇത്രയും വലിയ കോലാഹലത്തിന് ശേഷം മെറ്റ വിശദമായ ഒരു കത്ത് അയച്ചിരിക്കുകയാണ്. ആദ്യം ആ കത്ത് കിട്ടിയ ആളുകൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്ന് കാണാം. അതുകൊണ്ടായിരിക്കാം ഈ കോലാഹലം മൊത്തം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അത് വിടാം എന്നാണ് ഞാൻ കരുതുക. നമ്മൾ പറഞ്ഞെടുത്ത് ആ പറഞ്ഞത് സത്യമാണ്, ആ റിപ്പോർട്ടർ പറഞ്ഞത് ശരിയാണ്, സിജോ പറഞ്ഞത് സിജോയുടെ സോഴ്സ് കറക്റ്റായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് വന്ന മെറ്റയുടെ എഴുത്ത്. ഇനി ഇതിനകത്ത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചെയ്യാൻ സാധ്യതയൊക്കെ ഉണ്ട്. അന്വേഷിക്കട്ടെ. മെറ്റയോട് ഇങ്ങനെ കത്ത് കൊടുക്കാവൂ എന്ന് മോദിയോ VD സതീശനോ പറഞ്ഞിട്ടുണ്ടാകുമോ? അന്വേഷിക്കട്ടെ. അല്ല, ഞാൻ പകുതി തമാശയായിട്ടും പകുതി കാര്യമായിട്ടൊന്ന് അന്വേഷിക്കാം. പക്ഷേ ഏറ്റവും അവസാനത്തെ വിവരം ഇതാണ്. നമുക്ക് ഇതുകൊണ്ട് ദയവ് ചെയ്ത് തൃപ്തിപ്പെടണം. അതാണ് മെറ്റയുടെ കത്ത് ലഭ്യമായിരിക്കുന്നത്, അത് പുറത്തുവിട്ടിട്ടുണ്ട്. കൃത്യമായ വിവരങ്ങളുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വാർത്ത മീഡിയ വൺ നൽകിയിരിക്കുന്നത്.